ആ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ആരോ നിൽക്കുന്നത് പോലെ ഒരു ഇതാണ് ബീനയ്ക്ക് ഫീൽ ചെയ്തത്. ചെവിയിൽ ഒരു വചനവും പറഞ്ഞ് ഞാൻ നിൻ്റെ വേദനകളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഏഷ്യായുടെ 53 അധ്യായത്തിലുള്ള വചനവും. എൻ്റെ പേര് ബിൻസി മാത്യൂസ്. ഞാൻ കോട്ടയം കുറുപ്പന്തറയിൽ നിന്ന് വരുന്നു. മണ്ണാറപ്പാറ സെൻറ്റ് സേവിയേഴ്സ് ചർച്ചാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 നവംബർ 1 ഉടമ്പടി എടുക്കാൻ കാരണം പലതും ഉണ്ടായിരുന്നു. ഞാൻ നേഴ്സാണ്. ഞാൻ 2001 ഞാൻ മസ്കറ്റിൽ നിന്ന് നിർത്തിപ്പോന്നതായിരുന്നു. കാരണം എനിക്ക് കുട്ടികളില്ലായിരുന്നു. വളരെ 11 വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയിലൂടെ ഈശോ 3 മക്കളെ തന്നു, 2 ആൺകുട്ടികളും 1 മോളും. അതിനുശേഷം എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏജ് ഓവർ ആയതിനാലും ഗ്യാപ്പുള്ളതിനാലും ഒരു ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം. ഇതിനുശേഷം എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നത് UK-യിലാണ്. 2022 ഡിസംബർ എൻഡിൽ നാട്ടിൽ പോരുവാനായിട്ട് എൻ്റെ ആങ്ങളുടെ മോടെ കല്യാണമായിരുന്നു. അതിന് 10 ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ പോരുവാനായിട്ട് പാക്ക് ചെയ്തിരുന്ന അവസരത്തിൽ നാളെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തലവേദന കൂടി, പെട്ടെന്ന് തന്നെ കൊളാപ്സായി. ഇതിനിടയിൽ വോമിറ്റിങ്ങും എല്ലാം, ആകെപ്പാടെ ശരീരം തളർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് ഭയങ്കര ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഫാമിലി അടുത്തുണ്ടായിരുന്നു. എമർജൻസി ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ CT ചെയ്തു. അപ്പോൾ തലച്ചോറിനകത്ത് ബ്രെയിനകത്ത് ബ്ലീഡ് ഉണ്ടായിരുന്നു. BP ഭയങ്കര ഹൈ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു, ക്രനിയോട്ടമി ചെയ്തു. അതിനുശേഷവും ഓപ്പറേഷന് ശേഷവും യാതൊരു കുറവുമില്ലായിരുന്നു. വേദനയ്ക്ക് ഉറങ്ങാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. ആ സമയത്താണ് എൻ്റെ പോരുന്നതിന് തലേ ദിവസം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരുന്നു, അനിയത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പൂതിക്കപ്പോൾ ഫസ്റ്റ് നിയോഗമായി വെച്ചിരുന്നത് ബീനയ്ക്ക് എത്രയും വേഗം സൗഖ്യമാകണമേ എന്നായിരുന്നു. അതുപോലെ ഒരു ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്താണ്, ആ ആഴ്ചയിൽ തന്നെ ഉറങ്ങാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. പെയിൻ മെഡിസിൻ കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ പൊയ്ക്കൊണ്ടിരുന്നു. എന്നിട്ടും ഉറങ്ങുവാനായിട്ട് ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. സമയത്ത് എപ്പോഴോ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം ബീനയ്ക്ക് അനുഭവപ്പെട്ടു. മാതാവും ഈശോയും അടുത്ത് നിൽക്കുന്നതായിട്ട് ഒരു സ്വരം ചെവിയിൽ പറയുന്നത് പോലെയാണ് ബീനയ്ക്ക് മാതാവും ഈശോയും അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറക്കം തെളിഞ്ഞ് ആ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ആരോ നിൽക്കുന്നത് പോലെ ഒരു ഇതാണ് ബീനയ്ക്ക് ഫീൽ ചെയ്തത്. ചെവിയിൽ ഒരു വചനവും പറഞ്ഞ് ഞാൻ നിൻ്റെ വേദനകളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഏഷ്യായുടെ 53 അധ്യായത്തിലുള്ള വചനവും കിട്ടി. അതിനുശേഷം ഒരു പാട്ടും ഒരു ഗാനം ചെവികളിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം വേദനകളെല്ലാം കുറഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ഡിസ്ചാർജായി വീട്ടിൽ പോരുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഡോക്ടർ തന്നെ ഇതൊരു മിറക്കിളായിട്ടാണെന്ന് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ സൗഖ്യമായി. അതിനുശേഷം 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും CTയും എല്ലാ ടെസ്റ്റും ഉണ്ടായിരുന്നു. യാതൊരുവിധ കുഴപ്പവുമില്ല. BP-യുടെ മെഡിസിൻ മാത്രം ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 2 ആഴ്ചത്തെ ലീവിന് വന്നിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ വന്നായി ഫസ്റ്റ് നിയമമായിട്ട് ഞാനത് വെച്ചിരുന്നു. ആ സമയത്താണ് കോവിഡൊക്കെ വന്നത്. അപ്പോൾ ഉടമ്പടി ശരിക്കുമൊന്നും എനിക്ക് പാലിക്കുവാൻ സാധിച്ചില്ല. 2018 ഉടമ്പടി എടുത്തെങ്കിലും 2021 മാർച്ച് 18 ഞാൻ വീണ്ടും വന്ന ഒരു ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ കാശ് രൂപ മിസ് ചെയ്തിരുന്നു. 18 ഉടമ്പടി എടുത്തു. 3 ദിവസം കഴിഞ്ഞ് 2021 മാർച്ച് 21 എനിക്ക് ഹോം നേഴ്സായിട്ട് അബുദാബിയിൽ പോകുവാനായിട്ട് സാധിച്ചു. അബുദാബിയിൽ പോയ ദിവസങ്ങൾ മുഴുവനും എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും സുഗന്ധാഭിഷേകമായിട്ട് എൻ്റെ ഒപ്പം മാതാവ് ഉണ്ടായിരുന്നു. ജോലിയൊക്കെ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. 24 hours ഡ്യൂട്ടി ആയിരുന്നു. ഹോം നേഴ്സ് ആയതുകൊണ്ട് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഈ സമയത്താണ് മാതാവ് എൻ്റെ കൂടെ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം 2 കണ്ണിനും പെയിൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു ദിവസം എനിക്ക് തോന്നി ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ കാശിരൂപം 2 കണ്ണിലും വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ആ നിമിഷം തന്നെ എനിക്കറിയില്ല, അറ്റ് പ്രസൻറ്റ് എൻ്റെ കണ്ണിൻ്റെ 2 കണ്ണിൻ്റെയും വേദന സുഖമായി. എനിക്ക് പിന്നീട് ആ വേദന ഇതുവരെ വന്നിട്ടില്ല.
ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയിരുന്നത്, പെട്ടെന്ന് പോയതുകൊണ്ട്. ഈ വചനം വായിക്കുമ്പോൾ ഞാൻ മലയാളം വചനം എനിക്ക് കുറേയൊക്കെ അറിയാമായിരുന്നു. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ ഈ വചനമെല്ലാം കാണാതെ പഠിക്കുവാൻ പരിശുദ്ധമ്മ എനിക്കൊരു കൃപ തന്നു. എങ്ങനെയാണെന്നറിയില്ല, ഒരു 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് അത് ഉടനെ തന്നെ എനിക്കറിയില്ല, എനിക്ക് ഒരിക്കലും അത് സാധിക്കില്ലായിരുന്നു. ആ അനേകം വചനങ്ങൾ എനിക്ക് കാണാതെ പഠിപ്പിച്ചു മാതാവും ഈശോയും പരിശുദ്ധാത്മാവിലൂടെ. ശേഷം ഞാൻ 1.5 വർഷം അവിടെ ജോലി ചെയ്ത് ഞാൻ തിരിച്ചു പോന്നു. ഇവിടെ വന്നതിന് ശേഷവും എനിക്കിവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കുറച്ച് നാളുകൾ ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ എൻ്റെ മൂത്ത മോൻ അവനിപ്പം +2 പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ 2022 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അവന് മോഡൽ എക്സാമിനും പ്രീ മോഡലിനുമൊക്കെ മാർക്ക് കുറവായിരുന്നു. പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കോവിഡ് കാരണം പിന്നെ വളരെ പുറകോട്ടായി പോയായിരുന്നു. ഞാൻ ഫുൾ A+ കിട്ടണമെന്ന് ഞാൻ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ പരീക്ഷ സമയത്തൊക്കെ ഞാൻ ജപമാല ചൊല്ലി എൻ്റെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് 2 വിഷയം വളരെ ടഫായിരുന്നു, നല്ല മാർക്ക് കിട്ടുമോ എന്ന സംശയം എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ച് പരിശുദ്ധമ്മ തന്നെ മോൻ്റെ പേപ്പർ നോക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ 90% കൂടുതൽ മാർക്ക് തന്ന് പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. അതുപോലെ +1 എക്സാമിനും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് തന്ന് മോനെ അനുഗ്രഹിച്ചു. അതുപോലെ രണ്ടാമത്തെ മോന് 2019 ജൂൺ 3-ാം തീയതി എൻ്റെ മോൻ്റെ 10ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അത് കളിക്കാൻ വേണ്ടി സൈക്കിൾ എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ആ സൈക്കിളുമായിട്ട് ഒരു 10 അടി താഴ്ചയിലേക്ക് ഉള്ള ഒരു വീടിൻ്റെ പറമ്പിലോട്ട് മറിഞ്ഞു വീണ്. ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, സൈക്കിളുമായിട്ട് ഇടയ്ക്ക് കളിക്കാൻ പോകുന്നതാണ്. പക്ഷേ അവൻ്റെ വീട്ടുകാർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയുന്നത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഒരു 10-12 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിൽ കൂടെ സൈക്കിൾ ചാടിയാണ് പറമ്പിലോട്ട് ചെന്ന് വീണത് വളരെ ശബ്ദത്തോടുകൂടി. ആ സൈക്കിൾ മുഴുവൻ പോയതല്ലാതെ എൻ്റെ മോന് യാതൊരു പ്രശ്നവും പരിശുദ്ധമ്മ വരുത്തിയില്ല, ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. പിന്നെ പറയാനുള്ളത്, എപ്പം ജലദോഷം വന്നാലും അത് കൂടുതൽ ശ്വാസം മുട്ടൽ വരുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നെബുലൈസേഷൻ എടുത്താലേ കുറയുമായിരുന്നുള്ളൂ. ആ അവസ്ഥയിൽ ഞാൻ ഉടമ്പടി കാഴ്ച ഇതെല്ലാം വെച്ച് നിറച്ചുവസ്തുക്കളെല്ലാം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചത് വഴി അതിനുശേഷം ജലദോഷം വന്നാലും ഇതുപോലെ ശ്വാസം മുട്ടലോ ഹോസ്പിറ്റലിൽ പോയി നെബുലൈസേഷൻ എടുക്കേണ്ട ഒരവസ്ഥ ഒന്നും വന്നിട്ടില്ല. പിന്നെ പരിശുദ്ധമ്മയുടെ അനേക സാന്നിധ്യം, എപ്പോൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അപ്പോഴെല്ലാം മാതാവ് കൂടെ വരും. ഏതെങ്കിലും ഒരു രാത്രിയിൽ വണ്ടിയില്ലാതെ ബസ് കിട്ടാതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കൃപാസന അമ്മയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലത്തോട്ട് വണ്ടി മുൻപിൽ വന്ന് നിൽക്കുന്ന അനുഭവം, അങ്ങനെ പല സമയത്തും പരിശുദ്ധ അമ്മയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകം എൻ്റെ അനിയത്തിയുടെ കാര്യത്തിലും അതെല്ലാം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും പഠിക്കാനുള്ളതെല്ലാം നല്ലതായിട്ട് പഠിക്കുവാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും